ഹലോ ഗൈസ്, ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് ഇത്രയും ടെൻഷൻ അടിച്ച് വിഷമിച്ച് കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥ ഇതിന് മുന്നേ എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കേക്കിന് ദുരന്ത കേക്ക് എന്ന് പേരിട്ടത്. സത്യത്തിൽ ഇതൊരു റെഡ് വെൽവെറ്റ് കേക്ക് ആണെങ്കിലും ഞാൻ അങ്ങനെയാണ് ഇതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. സംഭവം എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. ഓൾറെഡി കേക്കിന് പറ്റിയ ബോക്സ് ഇല്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്രയും വലിയ ബോക്സ് കേക്കിന് വേണ്ടി സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. ഞാൻ എന്നിട്ട് സംഭവം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള പ്ലാനിൽ കേക്ക് ബോക്സൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ അത് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായില്ല. ബാക്കിൽ വെച്ച് കെട്ടി ഒരുവിധം കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്കിന് ഒറ്റയ്ക്ക് ഇരിക്കാനൊരു മടി. അതായത് കേക്ക് പതിയെ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു. സംഭവം എന്തോ ഭാഗ്യം കൊണ്ട് കേക്ക് താഴെയൊന്നും ചാടിയില്ല. വലിയ കുഴപ്പമില്ലാതൊക്കെ ഞാൻ അവിടെ കൊണ്ട് എത്തിച്ചെങ്കിലും സൈഡൊക്കെ ഒന്ന് ചിളങ്ങി ചതഞ്ഞ് സൈഡിൽ നിന്ന് കുറച്ച് ക്രീമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊന്ന് പോയായിരുന്നു. സംഭവം ഞാൻ വളരെ ആഗ്രഹിച്ച് മോഹിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കിയൊരു കേക്കായിരുന്നു. അത്രയും ആഗ്രഹിച്ചുണ്ടാക്കി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു കുട്ടി കസ്റ്റമറായിരുന്നു. പുള്ളി ഭയങ്കര മെച്യൂറായി എന്നോട് എനിക്കിങ്ങനെ കേക്ക് വേണം, വാപ്പയുടെ ബർത്ത്ഡേക്കാണ്, ഇന്ന കേക്ക് മതി, ഒറ്റ വാക്കിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്തു. ഇന്ന ടൈമിൽ എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേക്ക് ഉണ്ടാക്കാൻ. കാര്യം ആളത്രയും ആ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അത്രയും നല്ല രീതിയിൽ എന്നോട് ഇങ്ങനെ ഒരു കേക്കിന് ഓർഡർ തരാം, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാം, അങ്ങനെയൊക്കെ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നന്നായിട്ട് പരത്തിയൊക്കെ ചെയ്ത് സംഭവം നല്ല സെറ്റാക്കിയൊക്കെ കൊണ്ടുപോയതാണ്. എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും ആ മോശമായ കേക്കിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തില്ല. കാര്യം എനിക്കത് എടുക്കാൻ തോന്നുന്നേ ഉണ്ടായില്ല. ഞാൻ അവിടെ ചെന്ന് പിന്നെ അവരുടെ നിന്ന് ഒരു കത്തിയൊക്കെ മേടിച്ചു. ഞാൻ ആ കേക്ക് സത്യത്തിൽ മൊത്തം ഒന്ന് സെറ്റ് ചെയ്തൊക്കെ കൊടുത്ത് അപ്പോഴാണ് എനിക്ക് പകുതി സമാധാനമായത്. കേക്കിൻ്റെ ബോർഡൊക്കെ വലിച്ചേറി കളഞ്ഞു. സോറി, ബോർഡല്ല, ബോക്സ്. അത് കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. കഴിച്ചിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമായത്. ആ കൊച്ച് റെഫറൻസ് തന്നത് നമുക്ക് വോളിബോളിൻ്റെ തീമായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഈ വോളിബോൾ എന്ന് പറഞ്ഞ സാധനം ഞാൻ കൂടുതൽ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാത്തത് കൊണ്ടും എനിക്ക് വലിയ പരിചയമില്ലാത്തത് കൊണ്ടും ഞാൻ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ഇതേപോലൊരു തീമാണ് എല്ലാത്തിലും കണ്ടത്. ഇതേപോലെയല്ല പല പല തീമുകളുണ്ട്. പിന്നെ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഈ ഫോട്ടോ കിട്ടിയത്. അപ്പം ഞാൻ അവൻ അയച്ചു കൊടുത്തിട്ട് ഇത് മതിയെന്ന് ചോദിച്ചപ്പോൾ അവനതിൽ ഓക്കെ ആയിരുന്നു. അവൻ പറഞ്ഞു ഇത് മതി, ഹാപ്പി ബർത്ത്ഡേ വാപ്പിന്ന് എഴുതണം എന്നും പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് ചെയ്തു കൊടുത്തൊരു കേക്കാണ്. ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ കേക്കിന് ഇങ്ങനൊരു ഡാമേജ് വന്നപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ ദുരന്തങ്ങൾ വന്ന വഴിയേ, അല്ലാതെ എന്ത് പറയാനാ. ഞാൻ എല്ലാ കാര്യത്തിലും അതിപ്പോൾ ഒരു റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ആയിക്കോട്ടെ, അതല്ല വേറെ എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോൾ എനിക്കതിലൊന്നും നല്ല റിസൾട്ട് കിട്ടാറില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ ഒരുപാട് എഫേർട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. ഒഴുക്കിന് എതിരെ നീന്താണ്ട് ഒഴുക്കിൻ്റെ ഒപ്പം അങ്ങോട്ട് പോയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അല്ലേ. അപ്പം ഞാൻ ഇതിപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എഫേർട്ടിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ കേക്കും എഫേർട്ടും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ എഫേർട്ട് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ നല്ല സ്പീഡിനൊക്കെ നമ്മൾ വരയ്ക്കുമെങ്കിലും സംഭവം ഭയങ്കര ടെൻഷൻ അടിച്ച് പതിയെയാണ് നമ്മൾ വരയ്ക്കുന്നത്. കാര്യം ആ പതിയെ എടുക്കുന്ന വീഡിയോസ് ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം സ്പീഡിലിട്ടങ്ങ് കാണിക്കുന്നത്. നല്ലോണം സ്പീഡിലിട്ടിട്ടാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും ടൈം കുറച്ച് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇതൊരു 3/4 മണിക്കൂറോളം ഉണ്ടെന്ന് തോന്നുന്നു ഈ വീഡിയോ. ഞാനത് വേഗം സ്പീഡൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചതാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഈ വീഡിയോ, ഈ കേക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്തെടുത്ത് ഇതേപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കി തായോ എന്ന് പറ. അപ്പോൾ ആരെങ്കിലുമൊക്കെ തന്നാലും അപ്പോൾ റെഫറൻസ് പിക്ക് ഇതാണ്. അതും ഇതുമായിട്ട് ഞാൻ ഏകദേശം സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആ സൈഡിൽ അങ്ങനെ വെക്കേണ്ട എഴുതിയാൽ മതി എന്ന് പറഞ്ഞ കാരണം ഞാനത് അങ്ങനെ ആക്കി. പിന്നെ കേക്ക് 1 കിലോ കേക്ക് നമ്മൾ പറഞ്ഞ 1.5 കിലോ കൊടുക്കും. അതാണ് നമ്മുടെ സ്നേഹം. അപ്പോൾ ബൈ ഗൈസ്.